എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പീസൊക്കെ ഓണസദ്യയാണ്. ഒരു ഫുൾ മെനു തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണണം. കുറച്ച് ലെങ്ത്ത് വീഡിയോ ആണ്, കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പുളിയിഞ്ചിയാണ് കേട്ടോ തുടങ്ങുന്നത്. തലേ ദിവസം ചെയ്ത് വെക്കേണ്ടത് ആദ്യം നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇതിൽ കായുപ്പേരി ഉൾപ്പെടുത്തിയിട്ടില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുളിയിഞ്ചി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. 50 ഗ്രാം ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്. അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും അതിലേക്ക് 3-4 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, അത് നന്നായി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് കായം, വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ് കേട്ടോ, അതും 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇനി നമ്മളിതാ ഒരു 1/2 കപ്പോളം ശർക്കര നന്നായിട്ടൊന്ന് പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേനും ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ കടുകും പിന്നെ നമ്മുടെ കൊല്ലമുളകും കറിവേപ്പിലയും കൂടി കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഈ 3 കൂട്ടാനാണ് കേട്ടോ ഞാൻ തലേ ദിവസം തയ്യാറാക്കി വെക്കുന്നത്. പൈനാപ്പിൾ പച്ചടിയും പുളിയിഞ്ചിയും കുറുക്ക് കാളനും. അപ്പോൾ ഇതാ പൈനാപ്പിൾ പച്ചടിക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 നാളികേരം ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് അതങ്ങ് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. അധികം വേഗമൊന്നുമില്ല കേട്ടോ. പൈനാപ്പിൾ എത്ര വെന്താലും ഇതേ രീതിയിൽ തന്നെ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു ഏത്തപ്പഴം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല പഴുത്ത ഏത്തപ്പഴം. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി കൂടി ചേർന്നൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് അധികം വേണ്ട, കുറച്ച് മാത്രം മതി. അതിന് മുമ്പായിട്ട് നമ്മളിതാ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അത് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് മധുരം ചേർത്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണോളം മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഒരു കുഴമ്പ് രൂപത്തിലാണ് കേട്ടോ ഇത് വേണ്ടത്. ഇതിരിക്കും തോറും കട്ടിയായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇനി ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. കടുകും മുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ സെറ്റാണ് കേട്ടോ. വളരെ സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. സാധാരണ തേങ്ങ അരച്ചൊക്കെയല്ലേ ചേർക്കുന്നത്, ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നമ്മൾ കുറുക്ക് കാളനാണ് കേട്ടോ ചെയ്തത്. കായ ഇതുപോലെ ചരിച്ച് അരിഞ്ഞതാണ്, തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു ചെറിയ പീസ് ചേനയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് മിക്സാക്കിയിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തൈര് എടുത്ത് കൊടുക്കുക. തൈരാണ് കേട്ടോ നമ്മൾ ആദ്യം അടിച്ച് വെക്കേണ്ടത്. തൈര് അടിച്ച് വെച്ചിട്ട് അതൊന്നങ്ങ് മാറ്റി വെച്ചേക്കാം. പിന്നെ വേണ്ടത് നാളികേരമാണ്. 1 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ലൈറ്റ് ചൂടുവെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന
തൈരാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്ത് കൊടുത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തൈര് നല്ലതുപോലെ വറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അത് തൈര് നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബബിൾസൊക്കെ നന്നായിട്ടൊന്ന് പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അതാണ് കേട്ടോ നമ്മൾ അരപ്പ് ചേർക്കേണ്ട ഒരു പാകം. അന്നേരം മാത്രമാണ് നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ തൈരിൻ്റെ വെള്ളമൊക്കെ വറ്റി പോയിട്ട് നന്നായിട്ടൊന്ന് കുറുകി കഷ്ണങ്ങളിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതേപോലെ വേണം കുറുക്ക് കാളൻ ഇരിക്കാനായിട്ട്. ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒഴുകാൻ പാടില്ല. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കടുകും മുളകൊക്കെ ഇട്ടിട്ടുള്ള വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കാളൻ ഇവിടെ സെറ്റാണ്. അപ്പോൾ ഇപ്പോൾ കാണിച്ച ഈ 3 കൂട്ടാനും നമ്മൾ തലേദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പണി അത്ര എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കിച്ചടിയാണ്. 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കട്ടത്തൈര്. ഈ അരപ്പ് തൈരിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ പച്ചമുളകും ചേർത്തിട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് തൈര് ഇതുപോലെ മൺകലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതാ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതാ വെണ്ടയ്ക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക നല്ല പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ഒരു 5-6 എണ്ണം മതി. അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ തിരുമ്മി വയ്ക്കാം. ഒരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഫ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒന്ന് കോരിയെടുത്ത് അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയാം. എന്നിട്ട് ഇനി നമ്മൾ കടുക് വറുക്കാനേ ഉള്ളൂ കേട്ടോ. ഈ തൈര് നമ്മൾ തിളപ്പിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. ഇനി ഇതിലേക്ക് കടുകും കൂടി വറുത്തിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക കിച്ചടി ഇവിടെ സെറ്റ്. ഇനി നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് ഒരിടത്തരം ബീട്രൂട്ടും കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് നാളികേരം ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക്. ഒരു 2 പച്ചമുളക്, 2 ഇല കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും, 1/2 ടീസ്പൂൺ കടുക് ഇതോട് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ അതായത് ഒരു 100-200 ഗ്രാമിൻ്റെ തൈരാണ് കേട്ടോ, കട്ടത്തൈര് അതെടുത്തിട്ടുണ്ട്. നമ്മളിനി അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കണം. തേങ്ങ അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മളിതാ തൈരും കൂടി അടിച്ച് ചേർത്തിട്ടുണ്ട്. തൈര് വെറുതെ ഒരു ബൗളിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂൺ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കാനേ ഉള്ളൂ. ഇതിൽ തൈരും ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിക്കാനേ പാടില്ല കേട്ടോ. തീയൊക്കെ ഓഫാക്കണം. അപ്പോൾ അത് കടുകും മുളകുമുള്ള വറവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഓലനാണ് കേട്ടോ. പയറും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള ഓലൻ. അപ്പോൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെന്ത് വന്നതിന് ശേഷം നമ്മളൊരു മൺചട്ടിയിലേക്ക് പയറെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് കുമ്പളങ്ങ നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പയറും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരപ്പാലാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. നാളികേരത്തിൻ്റെ ആദ്യത്തെ കട്ടിയുള്ള പാല് ഒഴിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണ്. തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും പയറുമുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് തോരനാണ് കേട്ടോ. ക്യാബേജ് തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില, പിന്നെ നമ്മുടെ പച്ചമുളക്, ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കാത്ത ക്യാബേജ് തോരനാണ്. നാളികേരം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്.
ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ആക്കുമ്പോൾ തന്നെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ നമ്മുടെ ക്യാബേജും സവാളയും പച്ചമുളകൊക്കെ. അപ്പോൾ ഇനി സവാളയൊക്കെ ഒന്നും വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് മാത്രം ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കൊല്ലമുളക് അതും കൂടി പൊട്ടിയതിന് ശേഷം നമ്മുടെ ക്യാബേജ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി പൊത്തി വെച്ച് ഒന്ന് ആവിയേറ്റെടുക്കാം. അത്ര മാത്രം മതി കേട്ടോ നമ്മുടെ ഈ ക്യാബേജ് തോരന്. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ 5 മിനിറ്റ് കൊണ്ട് ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി രസമാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിലേക്ക് 2 വലിയ പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 6-7 വിസിലടുപ്പിക്കാം. അപ്പോഴത്തേനും നമ്മുടെ തക്കാളിയൊക്കെ ഇതുപോലെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 3-4 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടിച്ചതാണ് കേട്ടോ, മുഴുവൻ കുരുമുളക് ഒന്ന് കല്ലിൽ ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ മുളക് പൊടി, കായത്തിൻ്റെ പൊടി എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പുളിവെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, തക്കാളി മാത്രമേ ഉള്ളൂ. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ശർക്കര അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കൊത്തമല്ലി കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ രസം ഇവിടെ സെറ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള രസമാണ്. അപ്പോൾ ഇതിൽ പുളിവെള്ളം ഇല്ല കേട്ടോ, തക്കാളി മാത്രമേ ഉള്ളൂ. അപ്പോൾ തക്കാളി രസം ഇവിടെ സെറ്റായി. ഇനി നമ്മുടെ മെയിൻ താരമായ സാമ്പാറാണ് കേട്ടോ, സദ്യ സാമ്പാർ. അപ്പോൾ ഇതിൽ അധികം കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത സാമ്പാറാണ്. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പരിപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം നമ്മുടെ പരിപ്പ്. നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കഷ്ണങ്ങളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. കഷ്ണങ്ങളായിട്ട് പേരിന് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ മത്തൻ പിന്നെ ഒരു ചെറിയ കായ, ഇത്ര മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ വെണ്ടയ്ക്ക. ഇനി ഇതിലേക്ക് കായം ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഉരുളി വെച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4-5 വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടി നിറയെ കൊച്ചുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത പോലെ എടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും ഒന്ന് ആ എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് സാമ്പാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഒരു 2 വലിയ പഴുത്ത തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മുടെ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ, അത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് ഒരിത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി
കടുക് വറുത്തിടുകയാണ് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം കൊല്ലമുളകും കറിവേപ്പിലയും കൂടി വറുത്ത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റാണ്. ഇപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിയലാണ് കേട്ടോ. അപ്പോൾ അവിയലിന് അത്യാവശ്യത്തിന് എല്ലാ കഷ്ണങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. ഉരുളിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1-2 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചിയും വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, 3-4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കല്ലിലൊന്ന് ചതച്ചെടുത്തതാണ്. നാളികേരത്തിലേക്ക് നമ്മളിതെല്ലാം ഇട്ട് കൊടുത്ത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുക്കുകയാണ് കേട്ടോ. മിക്സിയിലിടാതെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാതെ നോക്കണം. നമ്മൾ തീരെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിന് നടുക്കോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് നമ്മളൊന്നും കൂടി അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം. നമ്മളിപ്പോൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. കഷ്ണങ്ങളും തേങ്ങയും എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് കറിവേപ്പില ചേർത്തെടുക്കാം. കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചേക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അവിയലും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പാണ് കേട്ടോ ചെയ്യുന്നത്, ഇലയിൽ ഒഴിച്ചെടുക്കുന്ന പരിപ്പ്. അപ്പോൾ ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ചെറുപയർ അതൊന്ന് വറുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകിയെടുത്ത് കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ വേവിച്ച് മാറ്റി വയ്ക്കാം. കുക്കറിലൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് നാളികേരം, നല്ല ജീരകം, 2 പച്ചമുളക്, ഒരു വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഇനി കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയോട് ഞെരടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ നെയ്യ്, എന്നിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുക്കണ്ട, കുറച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ കട്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള പരിപ്പ് പായസമാണ്. ഉരുളിയിലേക്ക് ഒരു 400 ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട്, പായസപ്പരിപ്പ്. അത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നല്ലപോലെ കഴുകി കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കിലോ ശർക്കരയാണ് വേണ്ടത്. അത് കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. ഉരുക്കിയെടുത്ത ശർക്കര ഇതുപോലെ ഉരുളിയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പരിപ്പും നമ്മുടെ ശർക്കരയും കൂടി നന്നായിട്ട് യോജിച്ച് വരണം. നല്ലപോലെ മിക്സാക്കി കൊടുത്ത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഒരല്പം നെയ്യൊക്കെ ഒഴിച്ചെടുത്ത് നല്ല പോലെ വരട്ടിയെടുക്കണം നമ്മുടെ പരിപ്പും ശർക്കരയും കൂടി. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് യോജിച്ചാണ് കേട്ടോ ഇതുപോലെ വരണം. ഇനി ഒരല്പം നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നാളികേരമാണ്. അപ്പോൾ 2 നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല മൂത്ത് നാളികേരം തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 2ാം പാല് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ശർക്കരയും പരിപ്പും നാളികേരപ്പാലൊക്കെ നന്നായി യോജിച്ച് വന്നതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം. പിന്നെ ഒരു അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മുടെ മുന്തിരിയും കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ പായസത്തിലേക്ക് വന്നാൽ നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചത്, കുറച്ച് ചുക്കിൻ്റെ പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ തലപ്പാലാണ് കേട്ടോ, ആദ്യത്തെ പാല്, നല്ല കട്ടിപ്പാൽ
ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തീയൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കേണ്ട. ഈ ഉരുളിയിലത്തെ ചൂടുകൊണ്ട് തന്നെ അത് നല്ല പോലെ അത് സെറ്റായി വന്നോളും. ഇനി ഇതാ നമ്മുടെ ലാസ്റ്റായിട്ട് നമ്മുടെ കാഷ്നട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എന്താ ഇലയിലേക്ക് അങ്ങ് വിളമ്പിയാൽ മതി. എല്ലാം ഓർഡറായിട്ട് ഉപ്പേരികളൊക്കെ വെച്ച് കൊണ്ടാട്ടവും ഉപ്പും പപ്പടവും പഴവും എല്ലാ കറികളും കൂടി അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിതിൽ ഉള്ളിത്തീയിലും മസാലക്കറിയും കൂട്ടുകറിയും എരിശ്ശേരിയും കാണിച്ചിട്ടില്ല, പാൽപ്പായസവും കാണിച്ചിട്ടില്ല. പക്ഷെ അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. കാരണം എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലെങ്തായി പോകും വീഡിയോ. അപ്പോൾ അത് ഞാൻ ലിങ്ക് ടാഗ് ചെയ്തേക്കാം. എല്ലാവരും അതൊന്ന് കണ്ടു നോക്ക്. അപ്പം നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് പോയിട്ട് വരാം.